ദേവീ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നവാക്ഷരി എന്ന് പറഞ്ഞിരുന്നു. ആ നവാക്ഷരി മന്ത്രത്തിൽ ദേവിയുടെ 3 ബീജമന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഐം, ക്രീം, ക്ലിം എന്ന മന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഐം എന്ന മന്ത്രത്തിൻ്റെ മഹത്വം സത്യവ്രത ചരിതത്തിലൂടെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഒരു പന്നിയെ വേടൻ അമ്പെയ്ത് വന്നപ്പോൾ അവിടെ മൂഢനായിരുന്ന സത്യവ്രതൻ ബീജമന്ത്രങ്ങൾ ജപിച്ച് അതീവ ബുദ്ധിമാനായ ചരിതം പറഞ്ഞു. ഇനി അടുത്ത ബീജമന്ത്രത്തിലേക്ക് വരികയാണ്. അവിടെ ബീജമന്ത്രം എന്ന് പറയുന്നത് ക്ലിം എന്ന ബീജമന്ത്രമാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വിദ്യാഗോപാലത്തിലും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ ബീജമന്ത്രം കൊണ്ട് തന്നെയാണ് സ്തുതിക്കുന്നത്. അപ്പോൾ ആ ബീജമന്ത്രം കാമരാജ ബീജം എന്നാണ് പറയപ്പെടുന്നത്. അതിനെ പഠിക്കുന്ന ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ അയോധ്യയിൽ ദുർവാസന്ധി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു. ലീലാവതിയും മനോരമയും എന്ന് പറയുന്ന 2 പത്നിമാരുണ്ടായിരുന്നു. ഇവർ 2 പേർക്കും 2 മക്കളുണ്ടായിരുന്നു. ഇവിടെ മനോരമയ്ക്ക് ഒരു പുത്രനുണ്ടായിരുന്നു, സുദർശനൻ എന്ന് പറയുന്നത്. ലീലാവതിക്കൊരു പുത്രനുണ്ടായിരുന്നു, ശത്രുജിത്ത് എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായിരുന്നു. ഈ 2 മക്കൾ, അതുപോലെ തന്നെ ഏറ്റവും ധർമ്മിഷ്ഠനായ ദുർവാസന്ധി എന്ന് പറയുന്ന രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിമാരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന വേളയിൽ ഈ ദുർവാസന്ധി നായാട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കൂറ്റനായ ഒരു സിംഹവുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. ആ ഏറ്റുമുട്ടുന്നതിനിടെ സിംഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് വളരെ വലിയ പരിക്കുകൾ ഏറ്റു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് സിംഹവും മരണപ്പെട്ടു. ഈ പരിക്കുകൾ മൂലം ഇദ്ദേഹവും മരണത്തെ പുൽകി. അപ്പോൾ ഈ അവസ്ഥയിൽ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വന്ന് കൊട്ടാരത്തിൽ അറിയിച്ചു, ദുർവാസന്ധി രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നറിയിച്ചു. അപ്പോൾ രാജാവ് മരണപ്പെട്ടാൽ അടുത്ത അനന്തരാവകാശിയായി രാജാക്കന്മാരെ സ്ഥാനമേൽപ്പിക്കണം. പക്ഷേ ഇവിടെ ഈ കുട്ടികൾ അത്ര പാകം വന്നിട്ടില്ല, കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഇവരിൽ ആരെയാണ് രാജാവാക്കേണ്ടത് എന്ന ചിന്ത ആ നാട്ടിലുണ്ടായി. ഇവിടെ സുദർശനാകട്ടെ 2-3 മാസങ്ങൾക്ക് മൂപ്പുള്ള ആളാണ്. ഇവിടെ ശത്രുജിത്ത് ആകട്ടെ അതിന് എളുപ്പമുള്ളതാണ്. ലീലാവതിയുടെ പുത്രൻ ഇളയതും സുദർശനൻ മൂത്ത ആളുമാണ്. ഇവിടെ സുദർശനൻ പൊതുവിൽ ശാന്ത സ്വരൂപനാണ്. അപ്പം പക്ഷേ ഈ ശത്രുജിത്ത് എന്ന് പറയുന്ന കുട്ടിയാകട്ടെ, ലീലാവതിയുടെ പുത്രനാകട്ടെ കുറച്ച് സ്മാർട്ടാണ്. എല്ലാ കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ മിടുക്കനായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ സുദർശനൻ പൊതുവിൽ മിടുക്കനല്ല എന്നല്ല പറഞ്ഞാൽ കുറച്ച് ശാന്ത സ്വഭാവം ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 2 അഭിപ്രായം വന്നു. ചിലർ പറഞ്ഞു മൂത്ത പുത്രൻ എന്നുള്ള നിലയിൽ നിലവിൽ പിന്തുടരുന്ന പാരമ്പര്യം അനുസരിച്ച് ആരെ രാജാവാക്കണം? സുദർശനനെ രാജാവാക്കണം. അവിടെ ശത്രുജിത്ത് അവിടെ ആ സുദർശനെ സഹായിക്കുവാനൊക്കെ ആയിട്ട് കൂടെ നിന്നുകൊള്ളട്ടെ എന്നും കൂടി അപ്രകാരം പറഞ്ഞു. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിയില്ല. ഇതേ സമയത്ത് തന്നെ മനോരമയുടെ അച്ഛനും അതുപോലെ ലീലാവതിയുടെ പിതാവും ഈ സ്ഥലത്തേക്ക് അയോധ്യയിലേക്ക് വന്നു. ഇവരുടെ മകളുടെ ഭർത്താവ് മരണപ്പെടുമല്ലോ, അപ്പോൾ ആ സ്വാഭാവികമായിട്ട് അവർ വരേണ്ടതാണ്. അവർ വന്ന സമയത്ത് അനന്തരാവകാശികളെ ചൊല്ലിയിട്ടുള്ള തർക്കത്തിൽ ഇവരും പങ്കാളിയായി. ഈ സമയത്ത് ഇവിടെ മനോരമയുടെ അച്ഛനായ വീരസേനൻ പറഞ്ഞു, എൻ്റെ മകളുടെ മകനെ രാജാവാക്കണം എന്ന് പറഞ്ഞു. കാരണം മൂത്തത് അവനാണ്, സുദർശനാണ് എന്ന് പറഞ്ഞു. ഇവിടെ ലീലാവതിയുടെ പിതാവായിട്ടുള്ള യുധാജിത് പറഞ്ഞു, അത് പറ്റില്ല. ആരെ രാജാവാക്കണം? എൻ്റെ മകളുടെ മകനെ രാജാവാക്കണം. ഇവിടെ ഓഹരി തർക്കം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. അതുപോലെ അനന്തരാവകാശത്തിന് വേണ്ടിയുള്ള തർക്കം ഉടലെടുത്തു. ഈ തർക്കം അങ്ങ് വലിയതായിട്ട് വളർന്ന സമയത്ത് അവസാനം ഈ വീരസേനനും യുധാജിതും തമ്മിൽ അതിഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു. 2 ഭാഗത്തുള്ളവരും 2 പേരും രാജാക്കന്മാരാണ്. അവരുടെ സൈന്യങ്ങളോടൊപ്പം ചേർന്ന് 2 കൂട്ടരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഈ ഘോരമായ യുദ്ധത്തിൻ്റെ ഒടുവിൽ മനോരമയുടെ പിതാവായ വീരസേനൻ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടു, തൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് മനോരമ അറിഞ്ഞു. ആ അറിഞ്ഞ സമയത്ത് തന്നെ ഇവിടെ യുധാജിത് ഈ സമയം കൊണ്ട് തന്നെയും തൻ്റെ മകനെ കൂടി ചിലപ്പോൾ ഇല്ലാതാക്കും എന്ന ഒരു പേടി ആർക്കുണ്ടായി? മനോരമയ്ക്കുണ്ടായി. കാരണം തൻ്റെ മകൻ ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ ഭാവിയിൽ അനന്തരാവകാശം പറഞ്ഞ് മൂത്തപുത്രനാണല്ലോ, തർക്കം ഉണ്ടാവും. അതുകൊണ്ട് സമ്പത്ത് പൂർണ്ണമായും കൈക്കലാക്കാൻ തൻ്റെ അച്ഛനെ വധിച്ച യുധാജിത് തീർച്ചയായും തൻ്റെ മകനെ വധിക്കുന്നതിന് മടി കാണിക്കില്ല എന്ന പേടി ആർക്ക് വന്നു? മനോരമയ്ക്ക് വന്നു. ആ സമയത്ത് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മനോരമ
അവിടെ വിതലൻ എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രിയുടെ സഹായത്തോടുകൂടി, വിശ്വസ്തനായ മന്ത്രിയുടെ സഹായത്തോടുകൂടി ആ രാത്രി തന്നെ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കൊട്ടാരം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു അമ്മയ്ക്ക് ജീവിക്കുന്ന സൗകര്യങ്ങളാണോ വലുത്, സ്വന്തം കുഞ്ഞാണോ വലുത്? സ്വന്തം കുഞ്ഞാണ് വലുത്, അല്ലേ? ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അനാഥമായ നിലയിൽ ആ രാജ്ഞി ആ കുഞ്ഞിനെയും കൊണ്ട് അവിടം വിട്ടിറങ്ങി. ഈ മന്ത്രി പറഞ്ഞിരുന്നത്, വളരെ ദൂരെ സുബാഹു എന്നൊരു രാജാവുണ്ട് കാശിയിൽ, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പോയി വസിക്കാം, അവിടെ അഭയം തേടാന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ അവിടം വരെ എത്താൻ സാധിച്ചില്ല. നദിയൊക്കെ കടന്ന് മറുകരയിലെത്തി അവിടെ ഒരു വനപ്രദേശവും കടന്നു പോകുന്ന വേളയിൽ ഇവരറിയുന്നത്, ഈ യുധാജിതാകട്ടെ ഈ മനോരമ മനസ്സുകൊണ്ട് ആ അറിഞ്ഞതുപോലെ ചിന്തിച്ചതുപോലെ തന്നെ ഈ മനോരമയും മകനെയും കണ്ടെത്തി കൊല്ലാനുള്ള ആൾക്കാരെ അയച്ചു. ഇവർ വീട്ടിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നറിഞ്ഞതുകൊണ്ട് എവിടെ വെച്ച് കിട്ടിയാലും അവരെ വധിക്കാൻ വേണ്ടി ഭടന്മാരെ എല്ലാ ദിക്കിലേക്കും അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പ്രയാസമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമം വനാതിർത്തിയിൽ കണ്ടൊരു ആശ്രമത്തിലേക്ക് ഇവർ ചെന്നു. ആ ആശ്രമം ഭരദ്വാജൻ എന്ന് പറയപ്പെടുന്ന ഒരു മഹർഷിയുടെ ആശ്രമമായിരുന്നു. ആ ആശ്രമത്തിലേക്ക് ചെന്നു. ആശ്രമത്തിൽ ചെല്ലുന്ന സമയത്ത് ഭരദ്വാജനാകട്ടെ അതിഥിയെപ്പോലെ ഇവരെ സൽക്കരിച്ചു. അവിടേക്ക് വരുന്ന അമ്മയും കുഞ്ഞിനെയും കൂടെ വന്ന ആളിനെയും സൽക്കരിച്ച സമയത്ത് ഈ മന്ത്രി, വളരെ ബുദ്ധിമാനായ മന്ത്രി, ചെന്ന് ഈ മഹർഷിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഈശ്വര പൂജയോടൊപ്പം തുല്യമല്ലേ ദീന സംരക്ഷണം. മനസ്സിലായില്ലേ? ഈശ്വര പൂജയ്ക്ക് തുല്യം തന്നെയാണ് ആരെ സംരക്ഷിക്കുന്നത്? പാവത്തുങ്ങളെ, കഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന, ദീനന്മാരെ, ദുഃഖിതരെ സംരക്ഷിക്കുന്നതും ഈശ്വര പൂജ. അതാണ് മാനവ സേവ, മാധവ സേവ എന്നൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സേവാഹി പരമോധർമ്മ, സേവനമാണ് ഏറ്റവും വലിയ ധർമ്മം. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറഞ്ഞാൽ, അല്ലേ, സമൂഹത്തിൽ നമ്മളോടൊപ്പമുള്ള സഹജീവികളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും കൂടി ചെയ്യുന്നതും ഏതാണ്? ഈശ്വര പൂജ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈശ്വര പൂജ എന്ന് പറയുന്നത് വിഗ്രഹത്തെ മാത്രം പോയി പൂജിക്കലാണോ? ആണോ? അല്ല. നമ്മൾ മനസ്സിലാക്കുക, അടുത്തു നിൽപ്പോനെ ജനെ കാണാൻ അക്ഷിയില്ലാത്തവന് അരൂപനീശ്വരൻ അദൃശ്യനായതിലെന്താചര്യം എന്ന് പാടിയൊരു കവിവര്യൻ ഉണ്ടായിരുന്നു. ആരാ? മഹാകവികന്മാരിൽ ഒരാളാണ്, കവിത്രയത്തിലൊരാൾ. ആരാ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നതിൽ കവി കേട്ടില്ലേ? ഉള്ളൂർ വള്ളത്തോളം എന്നൊക്കെ പറഞ്ഞ് അതിൽ ഉള്ളൂർ പാടിയ ഒരു കവിതയാണ്. അദ്ദേഹം പറയുന്നത്, അടുത്തു നിൽപ്പോരെ അനുജനെ കാണാൻ, അടുത്തു നിൽക്കുന്നവരെ അനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ, അതായത് കണ്ണില്ലാത്തവന് അരൂപനീശ്വരനായി ഈശ്വരൻ അദൃശ്യനായതിൽ എന്താചര്യം. അടുത്ത് നിൽപ്പാൻ നിൽക്കുന്ന അനുജൻ എന്ന് പറഞ്ഞാൽ ആരാ? ചുറ്റുവട്ടത്തിലുള്ള സഹജീവികളെയാണ്. മനസ്സിലായില്ല? അല്ല സ്വന്തം അമ്മയിൽ ജന്മമെടുത്ത അനുജൻ എന്ന അർത്ഥത്തിലല്ല. അത് താഴ്ന്നു നിൽക്കുന്നവൻ, അനുജനിച്ച താഴ്ന്നു നിൽക്കുന്നവൻ. അത് സമ്പത്ത് കൊണ്ടാവാം, അറിവ് കൊണ്ടാവാം, ആരോഗ്യം കൊണ്ടാവാം, ഏത് തരത്തിലാണെങ്കിലും നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഒരാളിനെ കൂടെ ഒപ്പം പിടിച്ചു നിർത്തുന്നത് ഈശ്വര പൂജയാണ്. അത് ചെയ്യാത്തവൻ ഈ പ്രകൃതിയിൽ പ്രത്യക്ഷ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാത്ത ഈശ്വരനെ കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഈശ്വര പൂജ എന്ന് പറയുന്നത് സഹജീവികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈശ്വര പൂജയുടെ ഒരു ഭാഗമാണ്. നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ഭരദ്വാജ മഹർഷിയോട് എന്ന് പറയുകയാണ്, അല്ലയോ മഹർഷിയെ, അങ്ങേക്കറിയാമല്ലോ ഈശ്വര പൂജയ്ക്ക് തുല്യം തന്നെയാണ് ദീന സംരക്ഷണം. ഇപ്പോഴാകട്ടെ ഞങ്ങൾ ആശ്രയമില്ലാതെ അശരണരായി, അല്ലേ, വിശന്ന് ദാഹിച്ചും അഭയം തേടി വന്നിരിക്കുകയാണ് അങ്ങയുടെ മുന്നിലെന്ന് പറഞ്ഞു. ഇവിടെ ഭരദ്വാജ മഹർഷി പറഞ്ഞു, തീർച്ചയായും നിങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞു, ഞങ്ങൾ ധ്രുവാസന്ധി എന്ന് പറയുന്ന രാജാവിൻ്റെ പത്നിയാണ്, ഇതെൻ്റെ മകനാണ്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ആ സമയത്ത് തന്നെ സഹപത്നിയായിരുന്ന അവിടെ ഉണ്ടായിരുന്നു സഹപത്നിയുടെ പിതാവ് യുധാജിത് വന്നിരുന്നു. ആ യുധാജിതാകട്ടെ എൻ്റെ അച്ഛനെയും വധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ വധിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, അധികാരത്തിന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ജീവരക്ഷാർത്ഥം ഓടി വന്നതാണ്. ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനില്ല, അങ്ങയുടെ പാദങ്ങളിൽ മാത്രമാണ് ശരണം. ഇവിടെ ഭരദ്വാജനാകട്ടെ സന്തോഷത്തോടു കൂടി അവർക്ക് ആശ്രയം കൊടുത്തു. ഇവിടെ യഥാർത്ഥത്തിൽ ഭരദ്വാജന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, താൻ ഇങ്ങനൊരു ആശ്രയം കൊടുത്താൽ, അല്ലേ, യുധാജിത് എന്ന് പറയുന്ന രാജാവിൻ്റെ ശത്രുവായി താൻ മാറില്ലേ? മനസ്സിലാവുന്നുണ്ടോ? തനിക്ക് അതുകൊണ്ട് ദുഃഖം വരുമോ വരുത്തില്ലയോ എന്നൊന്നും അല്ല ചിന്തിച്ചത്. തന്നെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുക എന്ന മഹത്വമായ കർമ്മം ആരേറ്റെടുത്തു? ഭരദ്വാജ മഹർഷി ഏറ്റെടുത്തു. ഇവിടെ ഭരദ്വാജ മഹർഷി എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ വാൽമീകിയുടെ ശിഷ്യനും കൂടിയിട്ടാണ്.
രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ വനയാത്രയ്ക്ക് പോകുമ്പോൾ ആദ്യം ചെല്ലുന്ന ആശ്രമം ഏതാ? ഭരദ്വാജ ആശ്രമമാണ്. തിരികെ രാവണ നിഗ്രഹം കഴിഞ്ഞ് ലങ്കയിലേക്ക് പോകുമ്പോഴും 2 സ്ഥലത്ത് മാത്രമേ പുഷ്പവിമാനം ലാൻഡ് ചെയ്തുള്ളൂ. ഒന്ന് കിഷ്കിന്ധയിൽ, മനസ്സിലായില്ലേ? തങ്ങളെ യുദ്ധത്തിന് സഹായിച്ച വാനരന്മാരുടെ സ്ഥലത്ത് കിഷ്കിന്ധയിൽ ചെന്നു. കാരണം എന്താ? ബാലിയെ വധിച്ചതോടുകൂടി ദുഃഖിതയായ ബാലിയുടെ പത്നിയെ ഒരിക്കൽ കൂടി ആശ്വസിപ്പിക്കുക എന്നുള്ള നിലയിൽ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് സുഗ്രീവനോട് യാത്ര പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുന്ന ഏക സ്ഥലം ഭരദ്വാജാശ്രമത്തിലാണ്. കാരണം ഭരദ്വാജൻ വളരെ ജ്ഞാനിയാണ്. ആ ജ്ഞാനിയായ ഭരദ്വാജൻ്റെ ആശ്രമത്തിലാണ് അഭയം പ്രാപിച്ചത്. അങ്ങനെ ആ കുട്ടിയും അമ്മയും അവിടെ വസിക്കാൻ തുടങ്ങി. ഈ മന്ത്രിയാകട്ടെ ഞാൻ പിന്നീട് വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് താനാണ് കടത്തിക്കൊണ്ടുപോയെന്ന് അറിയാതിരിക്കാൻ മന്ത്രി തിരിച്ച് പഴയതുപോലെ എവിടെ എത്തി? ഇവിടെ വന്ന് യുധാജിത്തിൻ്റെ അവിടെ വന്നു. അവിടെ വരുന്ന സമയത്ത് ശത്രുജിത്തിനെ, അവിടെ ലീലാവതിയുടെ പുത്രനായ ശത്രുജിത്തിനെ രാജാവാക്കി ഇവിടെ മുത്തശ്ശൻ തന്നെ രാജകാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ രാജ്യഭരണമൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇതിനോടൊക്കെ ഈ മനോരമ എവിടെയാണ് കുഞ്ഞിനെയും കൊണ്ട് പോയെന്ന് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു വലിയ വിളംബരം നടത്തി മനോരമയും കുഞ്ഞിനെയും ജീവനോടെയോ അല്ലാതെയോ, മനസ്സിലായില്ലേ, പിടിച്ചു തരുന്നവർക്ക്, കൊല്ലുന്നവർക്കോ ജീവനോടെ പിടിച്ചു തരുന്നവർക്ക് പാരിതോഷികം എന്നൊക്കെയുള്ള പ്രഖ്യാപനമൊക്കെ നടത്തി. എങ്ങനാണെങ്കിലും ഇവിടെ മനോരമയും മകനെയും കൊല്ലണമെന്നാര് തീരുമാനിച്ചു? ഇത് തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഭാവിയിൽ പോലും തൻ്റെ കുഞ്ഞിന് കിട്ടിയിരിക്കുന്ന അധികാരം നഷ്ടപ്പെടരുത്. അധികാര മോഹം വരുമ്പോൾ എല്ലാ ധർമ്മത്തെയും മറക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ശത്രുജിത്തിൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് സുദർശനൻ, ഇല്ലേ? ഒരൊറ്റ അച്ഛന് തന്നെ ജനിച്ച അമ്മ 2 ആണെങ്കിലും അച്ഛൻ 1 ആണ്. അപ്പോൾ സമ്പത്തിന് വേണ്ടി വന്നപ്പോൾ ആ അച്ഛനിൽ നിന്ന് തന്നെ ജന്മമെടുത്ത സഹോദരനായി കാണേണ്ട ആളിനെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടെ സമ്പത്തിൻ്റെ പുറകിൽ കണ്ണ് പോകുമ്പോൾ, അല്ലേ, ബാഹ്യമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കണ്ണുകൾ പോകുമ്പോൾ നമ്മൾ ധാർമ്മികമായ മൂല്യങ്ങളെ മറക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ദുഷ്കർമ്മം പോലും ചെയ്യും. അധപ്പതിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു ഭാഗമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ ആരോ വന്ന്, ദൂതന്മാർ വന്ന് യുധാജിത്തിനോട് അറിയിച്ചു, ഇതാ മനോരമയും സുദർശനെയും കണ്ടുപിടിച്ചിരിക്കുന്നു. എവിടെയുണ്ട്? അവർ ഭരദ്വാജൻ എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിലുണ്ട് എന്ന് പറഞ്ഞു. യുധാജിത്ത് സൈന്യത്തെയൊക്കെ കൂട്ടി, ശത്രുജിത്തിനോടൊപ്പം സൈന്യത്തെയും കൂട്ടി എവിടേക്ക് വന്നു? നേരെ ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ മഹർഷി അവിടെ നിന്നുകൊണ്ട് മഹർഷിയെ ആളയച്ചു, വിളിച്ചു. മഹർഷി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആശ്രമത്തിന് മുമ്പിൽ ആയുധങ്ങളുമായി ആശ്രമത്തെ വളഞ്ഞ് സൈന്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. മഹർഷി ചോദിച്ചു, എന്താ ഇത്? കാരണം എന്താ? അത് മഹർഷിയെ അങ്ങയോടുള്ള ബഹുമാനം കൊണ്ട് പറയുകയാണ്, അങ്ങയ്ക്ക് ദുഃഖം വരാതിരിക്കണമെങ്കിൽ അങ്ങ് സംരക്ഷിച്ചിരിക്കുന്ന മനോരമയും പുത്രനെയും ഇറക്കി വിടുക. മനസ്സിലാവുന്നുണ്ടോ? അവരെ കൊണ്ടുപോകാൻ വന്നതാണ്. കൊണ്ടുപോകുന്നത് എന്തിനാണ്? കൊല്ലാനാണ്. മനസ്സിലായില്ലേ? വളർത്താൻ വേണ്ടിയിട്ടല്ലല്ലോ. അവരെ ഇറക്കി വിടാൻ പറഞ്ഞു. മഹർഷി പറഞ്ഞു, സാധ്യമല്ല. കാരണം അവർ അഭയം പ്രാപിച്ച് വന്നവരാണ്. അവർ സ്വയമേവ പോകുന്ന കാലം വരെയും അവർക്ക് ഞാൻ അഭയം കൊടുക്കും. ഈ സമയത്ത് രാജാവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, എനിക്ക് സൈന്യമുണ്ട്, പറയുന്നത് കേട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രാജശക്തി പ്രയോഗിക്കാൻ രാജാവ് തയ്യാറായി. ഈ രാജശക്തി പ്രയോഗിക്കുന്നതിന് രാജാവ് ഇത് പറയുമ്പോൾ മഹർഷി പറഞ്ഞു, ഹേ രാജാവേ, അങ്ങയ്ക്ക് ബോധം നഷ്ടപ്പെട്ടോ? താപസന്മാരോട് എതിരിടാനുള്ള കരുത്തൊന്നും അങ്ങയുടെ അധികാരത്തിനില്ല എന്ന് അങ്ങയ്ക്കറിയില്ലേ? ഈ ചോദ്യത്തിന് വലിയൊരു അർത്ഥമുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ വിചാരിക്കും അധികാരമാണ് എല്ലാത്തിനും വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് അധികാരഭ്രമം പൂണ്ട് ഈശ്വരനെ പോലും നിന്ദിച്ചുകൊണ്ട് അധർമ്മം ചെയ്തുകൊണ്ട് പലരും മുന്നോട്ട് പോകാറുണ്ട്. ഏറ്റവും ഒടുവിൽ തിരിച്ചറിയും താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന്. അവസാനം തിരിച്ചവിടെ വരും, ഈശ്വരൻ മുമ്പിൽ വന്നേ പറ്റൂ. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അധികാരത്തിൻ്റെ ഗർവ് മൂക്കുമ്പോൾ, അഹങ്കാരം മൂക്കുമ്പോൾ ഈശ്വരനിന്ദ മറന്ന് മാനിക്കേണ്ടവരെ മാനിക്കാതെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ അവരുടെ വാക്കുകളെ പുച്ഛിച്ചുകൊണ്ട് പലതും കാട്ടിക്കൂട്ടും. അതിൻ്റെ ഫലം വിനാശം ആയിരിക്കും. തിരിച്ചു വന്നേ പറ്റൂ. പണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ കത്തിച്ച് കളയണമെന്നൊക്കെ പ്രസംഗിച്ച് നടന്ന ഒരു വലിയ മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. മനസ്സിലായില്ലേ? ഈശ്വരനിന്ദയുടെ പ്രതിരൂപമായിരുന്ന ഒരു വലിയ മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതൊരു സ്ത്രീ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ്
അമ്പലപ്പുഴ പാൽപ്പായസം എൻ്റെ ജന്മനാളിന് എനിക്ക് നിർബന്ധമാണെന്നും പറഞ്ഞ് വാങ്ങിക്കഴിച്ച് കയറി ചെല്ലുന്ന വീട്ടിൻ്റെ സ്വീകരണ റൂമിൽ 6 അടി പൊക്കമുള്ള ശ്രീകൃഷ്ണ പ്രതിമ വെച്ച് പൂജിച്ചിട്ട് അവസാനം പോയത് 90-ാം വയസ്സൊക്കെ എത്തിയപ്പോൾ. ആളിനെ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, ആലപ്പുഴ ജില്ലക്കാരിയാണ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അവർ പൂജിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അവരുടെ വീട്ടിൽ പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആദ്യകാലത്ത് ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിനെയൊക്കെ തെറിവ് പറഞ്ഞ് ഈശ്വരനെ നിന്ദിച്ചൊക്കെ നടന്നു. വയസ്സാം കാലത്ത് ഇതെല്ലാവർക്കും ഉള്ള അനുഭവമാണ്. ഇപ്പോൾ നിന്ദിക്കുന്നവർ നാളെ എത്തും, അല്ലെങ്കിൽ വിനാശത്തിൽ അനുഭവിക്കും. ഏറ്റവും ഒടുവിൽ അറിയാതെയെങ്കിലും ആരും കാണാതെങ്കിലും തലയും മുണ്ടിട്ടുണ്ടെങ്കിലും, മനസ്സിലായില്ലേ, അമ്പലപ്പറമ്പിൻ്റെ സൈഡിലെങ്കിലും പോയേ പറ്റൂ. ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി വളരെ വലുതാണ്. ഇവിടെയാണ് പറഞ്ഞത്, ഈ മഹർഷി പറയുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ഗർവ് പൂണ്ടുകൊണ്ട് ധാർമ്മികമായ കാര്യത്തിനെതിരെ നമ്മൾ ജീവിതത്തിൽ പോകരുത്. ഇവിടെ ഈ മഹർഷി എന്നിട്ട് പറയുന്നു, ഹേ രാജാവേ, അങ്ങയ്ക്ക് വിശ്വാമിത്രനെക്കുറിച്ച് ഓർമ്മയില്ലേ? ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു സൂചന കൊടുക്കലാണ്. എന്താ വിശ്വാമിത്രനെക്കുറിച്ച് ഓർമ്മയില്ലേ എന്ന് ഇവിടെ ചോദിച്ചത്? അതിൻ്റെ അർത്ഥം, ഈ വിശ്വാമിത്രൻ പണ്ട് രാജാവായിരുന്ന കാലത്ത് ഇദ്ദേഹം തൻ്റെ സൈന്യസമേതം വശിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു പ്രാവശ്യം വരേണ്ടി വന്നു, യാത്ര ചെയ്ത് വരുമ്പോൾ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എല്ലാവരും ക്ഷീണിതരാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു കൊച്ചാശ്രമമല്ലേ, ഇവിടുന്ന് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ, എങ്കിലും കുടിക്കാനുള്ള ജലമെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ചെല്ലുന്നത്. ആശ്രമത്തിലേക്ക് രാജാവ് കയറി ചെല്ലുന്നത്. ചെന്ന സമയത്ത് വശിഷ്ഠൻ പറഞ്ഞു, നിങ്ങളിവിടെ വിശ്രമിക്കുക, നിങ്ങൾക്ക് യഥാവിധി വേണ്ട ഭക്ഷണങ്ങളൊക്കെ തന്നോളാമെന്ന് പറഞ്ഞു. ഈ ആശ്രമത്തിൽ ഇതൊക്കെ എവിടുന്ന് കിട്ടും? കൊച്ചൊരാശ്രമത്തിൽ ഇത്രയും വന്ന ഈ ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ഭക്ഷണം അത് വളരെ വേഗത്തിൽ മുൻപേ അറിയിച്ചിട്ടൊന്നും വന്നതല്ല. എവിടുന്ന് കിട്ടുമെന്നൊക്കെ അത്ഭുതപ്പെട്ടു. വശിഷ്ഠൻ പറഞ്ഞു, അതൊന്നും ചിന്തിക്കണ്ട, അങ്ങ് വിശ്രമിച്ചോളൂ, നദിയിൽ പോയി സ്നാനമൊക്കെ കഴിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. വെള്ളമൊക്കെ കൊടുത്ത് നദിയിൽ പോയി, തൊട്ടടുത്ത് നദിയിൽ പോയി സ്നാനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ എല്ലാവർക്കും. നാളെ ഇതുവരെ കഴിച്ചതിലൊക്കെ അതിനേക്കാൾ അമൃതതുല്യമായ സദ്യ ഇത്ര വേഗത്തിൽ എവിടെയായി ഈ ആശ്രമത്തിൽ തയ്യാറാക്കിയതെന്ന് അറിയാൻ വശിഷ്ഠൻ ഉടനെ അന്വേഷണം ആരംഭിച്ചു. അന്നേരമാണ് അറിയുന്നത്, ഇവിടെ ഈ വിശ്വാമിത്ര അന്വേഷണം നടത്തിയപ്പോൾ എന്താ അറിയുന്നത്, വശിഷ്ഠന് കാമധേനു എന്ന് പറയുന്നൊരു പശുവുണ്ട് അവിടെ. ഈ പശുവിന് അത്ഭുതകരമായ സിദ്ധിയുണ്ട്, എന്ത് ചോദിച്ചാലും അത് കൊടുക്കും ആ നിമിഷം. എന്താ ഈ കാമധേനുവിന് ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടാവാൻ? ഈ മഹർഷിയുടെ തപോശക്തി കൊണ്ടുണ്ടായ പുണ്യം കൊണ്ടാണ് ഈ പശുവിന് ഇങ്ങനെ ഒരു പുണ്യമുള്ള. കാരണം താപസന്മാരുടെയും മഹാത്മാക്കളുടെയും സാന്നിധ്യം തന്നെ ശ്രേഷ്ഠമാണ്. മനസ്സിലായില്ലേ? മഹാത്മാക്കളുടെ സാന്നിധ്യം തന്നെ വളരെ ശ്രേഷ്ഠമാണ്. അതാണ് ഈ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പണ്ട് കാലത്ത് യാത്ര ചെയ്ത ആൾക്കാർ നേരിൽ കണ്ട കാഴ്ച പറഞ്ഞിട്ടുണ്ട്. രമണ മഹർഷി കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരേ സമയത്ത് മാനും പുലിയും സുഹൃത്തുക്കളെപ്പോലെ കിടന്നുറങ്ങുന്ന കണ്ട കാഴ്ചകൾ. രമണ മഹർഷി ജീവിച്ചിരുന്നത് അങ്ങ് 5000 വർഷം മുമ്പൊന്നുമല്ല, 10-100 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലാണ് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ കണ്ട കാഴ്ച പറഞ്ഞിട്ടുള്ളത്. ചട്ടമ്പി സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പാമ്പും കീരിയും തമ്മിൽ കടി കൂടാതെ മഹർഷി പോകുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടെ നടന്നിട്ടുണ്ടെന്ന് പറയും. കാരണം എന്താ, മഹാത്മാക്കളുടെ സാമീപ്യം, മനസ്സിലായില്ലേ, ദുഷ്ടമൃഗങ്ങളിൽ പോലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതാണ് മഹത്വം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വശിഷ്ഠൻ്റെ തപോശക്തിയാണ് കാമധേനുവിൻ്റെ സിദ്ധി. അപ്പോൾ ഈ കാമധേനുവിനെ സ്വന്തമാക്കാൻ ആർക്ക് മോഹം വന്നു? രാജാവിന് മോഹം വന്നു. രാജാവിൻ്റെ ഇത് കാമധേനുവിനെ പിടിച്ച് ബലമായി കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. സൈന്യത്തിൻ്റെ ബലം കൊണ്ട് അഹങ്കാരത്തോടുകൂടി വശിഷ്ഠൻ പറഞ്ഞു, അത് ഇത് ആശ്രമ പശുവാണ്, അതിനെ ഇവിടെ തരണം, ഇവിടുത്തെ യാഗാദി കാര്യങ്ങൾക്കെല്ലാം ഉള്ള വിഭവങ്ങളെല്ലാം തരുന്നത് ആ പശുവാണെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു, ഞാൻ രാജാവാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ബലം പ്രയോഗിച്ചു. വശിഷ്ഠൻ കാമധേനുവിനോട് പറഞ്ഞു, അല്ലയോ കാമധേനു, നിന്റെ സുരക്ഷ നീ തന്നെ നോക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം വെച്ചാൽ സൂചന കൊടുത്തതാണ്, തടയാൻ നീ ശ്രമിച്ചോളാൻ പറഞ്ഞു. കാമധേനുവിൻ്റെ ശരീരത്തു നിന്ന് ഭടന്മാരുണ്ടായി. ആ ഭടന്മാർ വിശ്വാമിത്രൻ്റെ ആ സൈന്യത്തെ തോൽപ്പിച്ചു. വിശ്വാമിത്രൻ ആയുധവുമായി അവസാനം മുന്നോട്ട് വന്നു. ഈ സമയത്ത് വശിഷ്ഠൻ തൻ്റെ യോഗദണ്ഡ് കൊണ്ട് ആ ആയുധങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളഞ്ഞു. വിശ്വാമിത്രൻ്റെ ഒരായുധങ്ങളും ആരുടെ നേർക്ക് വിജയിച്ചില്ല, വശിഷ്ഠൻ്റെ നേർക്ക് വിജയിച്ചില്ല. അവസാനം വിശ്വാമിത്രന് കൗശികന് മനസ്സിലായി, രാജാവെന്നുള്ള തൻ്റെ പ്രൗഢിയൊന്നും ആരുടെ മുന്നിൽ വില പോകുന്നില്ല, ഈ സന്യാസിയുടെ തപശക്തിയുടെ മുന്നിൽ വില പോകുന്നില്ല. അപ്പോൾ രാജാധികാരത്തെക്കാളും ശക്തി കൂടുതലാണ് ആർക്ക്? തപസ്സിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കി ആ നിമിഷം വിശ്വാമിത്രൻ എന്തു തീരുമാനിച്ചു? ഇനി രാജാവായിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല,
എടാ രാജാവായിരുന്ന ഇതുവരെ പരാജയമില്ലാത്ത വലിയ ആളെന്ന് പറഞ്ഞാൽ കയറിയിരുന്നത്. ഇപ്പം മനസ്സിലായി അതിനേക്കാളും വലുതുണ്ട് എങ്കിൽ ആ വലുത് മതി എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചിട്ടാണ് വിശ്വാമിത്രൻ പിന്നെ മഹർഷിയായി മാറി. അതങ്ങേക്ക് ഓർമ്മയില്ലേ? രാജശക്തി ആണെങ്കിൽ അങ്ങയുടെ ഇത് മുനി കവാടമാണ് എന്ന് ഓർമ്മപ്പെടുത്തി. ഈ സമയത്ത് മന്ത്രിമാരും ഈ യുധാജിതിനോട് പറഞ്ഞു, അത് ശരിയാണ്, പണ്ടിങ്ങനെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണ്, നാശം നമുക്കുണ്ടാവും, അതുകൊണ്ട് എന്ത് വേണം, നമുക്കിവിടുന്ന് തൽക്കാലം പിൻവാങ്ങാം, പിന്നീട് ഉചിതമായ സമയം കണ്ടെത്തി സുദർശനനെ വധിക്കാം എന്ന് പറഞ്ഞ് ഇവർ പിൻവാങ്ങി. ഇവിടെ സുദർശനാകട്ടെ മഹർഷിയായ ഭരദ്വാജനെ ശുശ്രൂഷിച്ച് വളരെ നല്ല മനസ്സോടുകൂടി സൗമ്യമായ ഭാവത്തോടുകൂടി ദേവീ ഉപാസകനായി കഴിഞ്ഞു വരുന്നു. അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ബീജമന്ത്രം, ക്ലിം എന്ന ബീജമന്ത്രം യാദൃച്ഛികാൽ ചെല്ലാനുള്ള ഒരു വിധി ഈ കുട്ടിക്കുണ്ടായി. ആ സുദർശന ബീജമന്ത്രം ചൊല്ലി സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. ജീവിതത്തിൽ വന്ന ദുഃഖ ദുരിതങ്ങളെ കടന്ന് സദ്ഗതി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഭഗവതി ആകട്ടെ ഒരു കവചവും യുദ്ധക്കളത്തിൽ അണിയാനുള്ള ഒരു പോർച്ചട്ടയും അമ്പൊടുങ്ങാത്ത രാവനാഴിയും അതുപോലെ വെല്ലുമൊക്കെ ആർക്ക് കൊടുത്തു? ഈ കുട്ടിക്ക് കൊടുത്തു. പക്ഷേ ആശ്രമത്തിൽ ജീവിക്കുന്ന ആൾ പിറ്റേന്നോട്ട് അമ്പും വില്ലും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവതി തന്നെ ഒരു അനുഗ്രഹം കൊടുത്തു. സമയമാകുന്ന കാലത്ത് മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുള്ളൂ, അതുവരെയും മറഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? ഈ കവചം പുറവേ കാണാൻ പറ്റില്ല, ഈ അമ്പും വില്ലും ഒന്നും ആർക്കും ദർശിക്കാൻ പറ്റില്ല. വേണ്ട സമയത്ത് മാത്രം നിന്നിൽ അത് വന്ന് പ്രകടമായിക്കൊള്ളും എന്നൊരു അനുഗ്രഹം കൂടെ കൊടുത്ത് ദേവി കൊടുത്തു. വളരെ ഭക്തിയോടുകൂടി ദേവിയെ പൂജിച്ച് മഹർഷിയെ ബഹുമാനിച്ച് പൂജിച്ച് ആ മഹർഷിയുടെ വാക്കുകളും ഉപദേശങ്ങളും ഒക്കെ കേട്ട് സുദർശനൻ ഒരു നല്ല യോദ്ധാവായി അവിടെ വളർന്നു വരാൻ തുടങ്ങി. ഇതേ കാലത്ത് തന്നെ ഈ മഹർഷിയുടെ ആശ്രമത്തിൽ വരുന്ന മറ്റ് യാത്രികന്മാരായ സന്യാസി വര്യന്മാർ ഇവിടെ നിന്ന് വന്നു പോകുന്ന സമയത്ത് കാശി വഴി പോകുമ്പോൾ കാശിയിലെ രാജാവായ സുഭാഗുവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന സമയം ഇവർ പറഞ്ഞ്, ഈ മഹർഷിമാർ പറഞ്ഞ്, ആ സുഭാഗുവിൻ്റെ പുത്രിയായ ശശികല സുദർശനെക്കുറിച്ച് കേൾക്കാനിടയായി. സുദർശൻ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ വളരെ സുന്ദരനായ സദ്ഗുണസമ്പന്നനായ നല്ല അറിവുള്ള ഒരു നല്ല വ്യക്തിയായി, ഒരു സുന്ദര സ്വരൂപനായ ആരെക്കുറിച്ച് കേട്ടു? സുദർശനെക്കുറിച്ച് കേട്ടു. അങ്ങനെ ഈ ശശികലയ്ക്ക് അങ്ങനെ ആരൊക്കെ തൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രികർ വന്നാലും അവരോട് ആദ്യം ചെന്ന് ചോദിക്കും, സുദർശനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കും. അറിയാമെന്ന് പറഞ്ഞാൽ പറയും. മനസ്സിലായില്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ അനുരാഗം ആരോട് തോന്നി? സുദർശനെക്കുറിച്ച് തോന്നി. മനസ്സിലായോ? ഇവിടെ എന്തുകൊണ്ടാണ് ഒരു അനുരാഗം ഒരു സ്ത്രീയിൽ ഉടലെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇന്നത്തെ കാലത്തെ അനുരാഗത്തിൻ്റെ തലമല്ല. ശരിയായ ചിന്തയുള്ള പെൺകുട്ടികളിൽ ഒരു പുരുഷനോടുള്ള അനുരാഗം യഥാർത്ഥത്തിൽ ഉടലെടുക്കേണ്ടതിന് 3 ഘടകങ്ങളെ പാലിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ആ 3 ഘടകങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞത് വിദ്യാസമ്പന്നത. മനസ്സിലായില്ലേ? 2 സദ്ഗുണങ്ങൾ, 3 സൗന്ദര്യം. അങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു വരനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് നേരെ തിരിച്ചാ. ഇന്ന് ആദ്യം സൗന്ദര്യം നോക്കും. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, സൗന്ദര്യം നോക്കും. അവസാനം വീണത് അല്ലേ, ആനയെ കുഴി വീഴുന്നത് കണക്ക് മേളിൽ പുല്ല് വിരിച്ച് അടിയിൽ കുഴി ഒഴിച്ച വാരിക്കുഴിയിലാണെന്ന് അറിയുന്ന കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് വീണത് കുഴിയിലായിപ്പോയി. തിരിച്ച് സംഭവിക്കും. മനസ്സിലായില്ലേ? പുറമേയുള്ള സൗന്ദര്യം കണ്ട് കെട്ടിയത് എലിക്കണിയിലാണെന്ന് ഭർത്താവും തിരിച്ചറിയും. അപ്പോൾ സൗന്ദര്യമല്ല പ്രധാനമായി നോക്കേണ്ടത്. ആദ്യം നോക്കേണ്ടത് അറിവുണ്ടോ എന്നുള്ളതാണ്. വിദ്യാസമ്പന്നൻ ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? സദ്ഗുണം ഉള്ളവരായിരിക്കണം. മനസ്സിലായില്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ മൂന്നാമത്തേതില്ലെങ്കിലും ജീവിക്കാം. മനസ്സിലായോ? ഇത് രണ്ടുമില്ലാതെ ആദ്യത്തെ മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഒരു ദാമ്പത്യ ജീവിതം ഇണചേർന്ന് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അവിടെ ഒരു സങ്കല്പമുണ്ട്. എല്ലാ വിവാഹങ്ങളും ലക്ഷ്മി നാരായണ വിവാഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? വൈദിക വിധിപ്രകാരം എല്ലാ വിവാഹങ്ങളും ലക്ഷ്മി നാരായണ വിവാഹമാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പുരോഹിതൻ അവിടെ നാമം പറയുന്ന സമയത്ത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും പേരല്ല പറയേണ്ടത്. അറിവുള്ള പുരോഹിതൻ, ആ പുരോഹിതന്മാരിലിപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എല്ലാ മേഖലയിലും ഉണ്ട്. അറിവുള്ള പുരോഹിതന്മാർ ചെറുക്കൻ്റെ പേരിന് പകരം നാരായണസ്യ എന്ന് പറയും.
മനസ്സിലായില്ലേ? പെണ്ണിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ലക്ഷ്മി എന്ന് ഉച്ചരിക്കും. എല്ലാ വിവാഹവും ലക്ഷ്മി നാരായണ വിവാഹമാണ്. വൈകുണ്ഠതുല്യം കുടുംബമാവണം എന്നാണ് പറയുന്നത്. എന്താ വൈകുണ്ഠതുല്യം? കുണ്ഠിതങ്ങളില്ലാത്ത സ്ഥലം വൈകുണ്ഠം. മനസ്സിലായില്ലേ? കുണ്ഠിതം എന്ന് വെച്ചാൽ ദുഃഖങ്ങൾ ഇല്ലാത്ത സ്ഥലം. അപ്പോൾ ദുഃഖങ്ങളില്ലാതെ പരസ്പര സ്നേഹത്തോടെ എങ്ങനെയാണോ ലക്ഷ്മി ദേവിക്ക് തൻ്റെ വാമഭാഗം പകത്ത് ഭഗവാൻ നൽകിയത്, അതുപോലെ പത്നിക്ക് സ്ഥാനം കൊടുത്ത്, പത്നി പതിക്ക് സ്ഥാനം കൊടുത്ത് പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കാനാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. തമ്മിക്കിടന്നടിക്കാൻ അല്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്താ ഒരു ശീലം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് അല്ലേ ആദ്യകാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും കുറച്ച് നാൾ വരെ, പിന്നെ ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കും, പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ പറയുന്ന നാട്ടുകാർ മൊത്തവും കേൾക്കും. ഇതല്ലേ ഇപ്പം നമ്മുടെ കുടുംബജീവിതം അല്ലേ? ഇത് അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ഇവിടെ ചട്ടിയും കലമാണ്, തട്ടിയും മുട്ടി എന്നൊക്കെ നമ്മൾ സാധാരണഗതി പറയും. തട്ടിയും മുട്ടി ഇരിക്കുന്നതൊക്കെ കൊള്ളാം, വക്ക് പൊട്ടാതെ നോക്കണം. അത് പിന്നെ ഒട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പരസ്പരമുള്ള ഭാവത്തോടു കൂടി ആവണമെങ്കിൽ അവിടെ ഏതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം? സൗന്ദര്യത്തിന്, സമ്പത്തിനും അല്ല പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത്, സ്വഭാവത്തിനും. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചയക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സമ്പത്തുണ്ടോ സൗന്ദര്യം ഉണ്ടോ എന്നല്ല. അത് വേണ്ടാന്നല്ല പറഞ്ഞത്. അതിനൊക്കെ കാൾ മുമ്പ് ആദ്യം എന്ത് നോക്കണം? വിദ്യ ഉണ്ടോ എന്ന് നോക്കണം. വിദ്യ എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നല്ല, ഡിഗ്രിക്ക് പഠിച്ചോ PGക്ക് പഠിച്ചോ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം. ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം വെച്ചാൽ നല്ല സ്വഭാവത്തിന് വേണ്ട വിദ്യാഭ്യാസം. മനസ്സിലായില്ലേ? അത് ആദ്യമേ നോക്കണം. രണ്ടാമത് നോക്കേണ്ടത് എന്താ? നല്ല ഗുണങ്ങളുള്ളവളാണോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? മൂന്നാമത് സൗന്ദര്യം, നാലാമത് സമ്പത്ത്. ഇങ്ങനെ നോക്കിയാൽ വലിയ പ്രശ്നമില്ലാതെ പോകും. ഏറ്റവും അവസാനത്തത് ഇല്ലെങ്കിലും ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശശികലയ്ക്ക് മനസ്സിൽ അനുരാഗമായി. ഈ അനുരാഗം വന്നു കഴിഞ്ഞപ്പോൾ ശശികല ഒരു ദൂതനെ പറഞ്ഞു വിട്ട് സുദർശനോട് ഈ കാര്യം ഉണർത്തിച്ചു. മനസ്സിലായില്ലേ? അതായത് ദൂതനെ പറഞ്ഞു വിടുക, ഏജൻറ്റിനെ വിട്ടു. ശശികലയുടെ കാര്യം വൃത്താന്തം ആര് പറഞ്ഞു? സുദർശനം അറിഞ്ഞു. സുദർശനം കേട്ടപ്പോൾ കൊള്ളാം, നല്ല പെൺകുട്ടിയാണ്, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ഗുണങ്ങളും ശീലമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പരസ്പരം ഇവർ തമ്മിൽ മനസ്സുകൊണ്ട് പ്രേമാനുരാഗ ബദ്ധിതരൊക്കെയായി മാറി. അപ്പോൾ ശശികലയുടെ വിവാഹ കാര്യത്തിന് വേണ്ടി അച്ഛനും അമ്മയൊക്കെ ചിന്ത തുടങ്ങി. പെൺകുട്ടികൾ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള ചിന്ത ആർക്ക് തുടങ്ങും? മാതാപിതാക്കൾക്ക് തുടങ്ങും പണ്ട് കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല. പ്രായമാവുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് തോന്നും കല്യാണം കഴിക്കാനുള്ള സമയമൊക്കെ ആയി, അവർ വേണമെങ്കിൽ കണ്ടെത്തിക്കൊണ്ടൊരു അച്ഛനും അമ്മയും സമ്മതിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ മതിലും ചാടും, വേലിയും ചാടും, അണക്കെട്ടും ചാടും എന്ന അവസ്ഥയിലേക്കൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇനി പ്രേമമൊന്നും മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, പക്ഷെ പ്രേമിക്കാൻ പോകുന്നവർക്ക് സെലക്ട് ചെയ്യാനുള്ള കഴിവ് വേണ്ടും വണ്ണം ഉണ്ടാവണം. അതില്ലാതാണ് പോകുന്നതെങ്കിൽ ഈ കുറേ കാലം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയൊരു പ്രേമ പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിക്കാൻ വന്നാൽ കൊള്ളാം. എന്താ കാര്യം? അല്ല, ഒന്ന് സംസാരിച്ചാൽ മാറുന്നതാണെങ്കിൽ മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി വിളിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആ ക്ഷേത്രത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഒരു വീട്ടിലെ കുട്ടിയാണ്. അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. കുറച്ച് നേരം രക്ഷകർത്താക്കളൊക്കെ മാറി എന്നിട്ട് വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. മോളുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. അവസാനം ഈ പയ്യനെന്ന് പറയുന്ന ഒരു തരത്തിലും ആ വീടിനോ അല്ലെങ്കിൽ ജീവിതത്തിനോ ഒരു ഗുണവും ചെയ്യുന്ന ഒരാളല്ല. അത്രയും ദുശീലമുള്ളൊരുത്തനാണ്. ചില ക്രിമിനൽ കേസുകളുണ്ട്. അതുകൂടാതെ നല്ല മദ്യപാനിയും കഞ്ചാവും വരെ ഉപയോഗിക്കുന്ന ആളാണ് പയ്യൻ. വളരെ കൊച്ചു പ്രായക്കാരനൊക്കെയാണ്. അവസാനം ഇതൊക്കെ പറഞ്ഞു വന്നു. അവസാനം ഇങ്ങനെ പറഞ്ഞൊക്കെ വന്നിട്ട് ഏറ്റവും അവസാനം ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ, അവനീ ഇങ്ങനെയൊക്കെ മദ്യപാനവും കഞ്ചാവും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഒരു കേസിനകത്തൊക്കെ പിടിച്ചതാണ്. ഉള്ള കാര്യമാണ്, നമ്മൾ കള്ളം പറഞ്ഞൊന്നുമല്ല. അതൊക്കെ അറിയുമോയെന്നൊക്കെ ചോദിച്ചാൽ ഈ പെൺകുട്ടി പറഞ്ഞതറിയാം, അതൊക്കെ എനിക്കറിയാം മാമ, എന്നോട് ചേട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാനങ്ങ് നിർത്തിക്കോളാം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നിർത്തും എന്ന് വല്ല ഉറപ്പുണ്ടോ? വെറുതെ വാക്കി കൊടുത്തൊരു വാക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട്, ഈ പെൺകുട്ടിയുടെ പേരാണ് അതിനേക്കാളും വലിയ രസം. മനസ്സിലായില്ലേ? പെൺകുട്ടിയുടെ പേര് ചോദിച്ചാൽ ഭദ്രപ്രിയ എന്നാണ്. നല്ല പേര്, ഭദ്രപ്രിയ. പെൺകുട്ടിയോടടുത്ത് അവസാനം ഞാൻ ചുമ്മാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സൊന്ന് ക്ലിയർ ആകുമ്പോൾ ഒരു കാര്യമൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് മാറാം എന്നുള്ള നിലയിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വരൻ ആരാ?
ഈശ്വരനെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിപ്പിച്ചാൽ പിന്നെ ഒരു ചെറിയ ഒരു ബഹുമാനം കൊണ്ട് കുറേ ആ ഒരു വ്രതത്തിലൊക്കെ നിൽക്കുമ്പോൾ മനസ്സ് പിന്നെ ഇടറി പോകണ്ടെന്നൊക്കെ ചോദിച്ചാൽ പെൺകുട്ടി പറഞ്ഞാൽ അതിനേക്കാളും വലിയ രസം. എനിക്ക് ഈശ്വരനെ എന്ന് വിശ്വാസമില്ല മാമ. അച്ഛൻ അമ്പല കമ്മിറ്റിക്കാരനാണ്, അമ്മ പാരായണത്തിന് പോകുന്ന ആളാണ്, മോള് +2 പഠിക്കുന്നത്. ഈ സത്യം ഈശ്വര വിശ്വാസം എനിക്കില്ല. കുട്ടി പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു അമ്പലത്തിൽ, അത് അമ്മ ഇങ്ങനെ നിർബന്ധിക്കുമ്പം പേന പൂജിക്കാൻ അവനൊക്കെ പോകും പരീക്ഷയുടെ എന്ന്. മനസ്സിലായില്ലേ? പിന്നെയോ വിളക്കെടുപ്പിന് പോകും. അതെന്താ? അത് എല്ലാവരും വരുന്നില്ലേ, കൂട്ടുകാരികളെല്ലാം വരുന്നതല്ലേ, അതുകൊണ്ട് അതിന് പോകും. ആലോചിച്ച് നോക്കുക. ഇതാണ് ഇപ്പോഴത്തെ സെലക്ട് ചെയ്യുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞതാണ്. സെലക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. ജീവിക്കാൻ ഉത്തമനായ യോഗ്യനാണെങ്കിൽ അവിടെ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. അച്ഛനും അമ്മയും കാര്യങ്ങൾ തുറന്നു പറയാം. മാതാപിതാക്കൾ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നടത്തി കൊടുക്കാൻ പാകതയുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക? സമ്മതിച്ചു കൊടുക്കുക. കാര്യം ബാക്കി ഏത് പൊരുത്തത്തെക്കാളും പ്രധാനമാണ് ഏത് പൊരുത്തം? മനപ്പൊരുത്തം. മനസ്സിലായില്ലേ? പെണ്ണിനെയും ചെറുക്കനെയും ഇന്ന് വരെ കാണാത്ത ജോലിസിന് ഇരുന്നു കൊണ്ട് 10 പൊരുത്തം 8, 9, 10, 7 എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ പരസ്പരമുള്ള പൊരുത്തം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മനപ്പൊരുത്തമാണ് അല്ലേ? അതുണ്ടെങ്കിൽ യോഗ്യനാണെങ്കിൽ, യോഗ്യതയുള്ള പെൺകുട്ടിയാണെങ്കിൽ അത് പിന്നെ അതിലേക്ക് ചിന്തിക്കുക, വേറെ കാര്യമൊന്നുമില്ല. ഇവിടെയും എന്തായാലും എന്ന് വെച്ചാൽ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ. ഇന്നത്തെ കാലത്തിൻ്റെ ഒഴുക്കിങ്ങനെ ആയിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ ബലം പ്രയോഗിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും സമൂഹത്തിൽ നാണം കെടുത്തിയിട്ട് ഇറങ്ങി പോകാനും മക്കൾക്കൊന്നും മടിയൊന്നുമില്ല. ഉണ്ടോ? ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇതേ കണക്ക് പോയപ്പോൾ അച്ഛനും അമ്മയും കൂടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നപ്പം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ ഒന്ന് സംസാരിച്ച് നോക്ക്, അവസാനം നിങ്ങൾ വേണമെങ്കിൽ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്ക്, എങ്ങനെയെങ്കിലും നിങ്ങളുടെ മോള് തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ, ആ പയ്യനാൾ ശരിയൊന്നും അല്ലെന്നൊക്കെ പോലീസുകാർ പറഞ്ഞിട്ടൊരു അച്ഛനും അമ്മയും തന്നെ പിന്നീട് പറഞ്ഞു, അച്ഛനും അമ്മയും ആ പെൺകുട്ടിയോട് പറഞ്ഞ് ഞങ്ങൾ മരിക്കും, നീ ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കും, ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അപ്പോൾ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്താ? എന്നായാലും നിങ്ങൾ മരിക്കണ്ടേ, ഞങ്ങളങ്ങ് മരിച്ചോ. എന്നാലോചിച്ച് നോക്കുക. ജന്മം കൊടുത്ത മാതാപിതാക്കൾ മരിച്ചാലും വേണ്ടിയില്ല. ഈ അവസ്ഥ അപ്പം ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ മക്കൾ എത്തിയത് നിങ്ങളെ വളർത്തു ദോഷം കൊണ്ടൊക്കെ ഉണ്ടാകും. കഴിക്കാനുള്ള ഭക്ഷണവും സ്കൂളിൽ വിടക്കവും മാത്രമല്ല, ജീവിതത്തിൽ ചില മൂല്യങ്ങളെ അറിഞ്ഞ് വളർന്ന് മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെയുള്ള മൂല്യങ്ങളെ പകർന്നു കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ യജ്ഞം നടക്കുന്ന രാവിലെ ചിലപ്പോൾ പറയും കുട്ടികൾ സ്കൂളിൽ പോകുന്നവരായിരിക്കുമെന്ന്. വൈകുന്നേരത്ത് എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിൽ വീടുകളിലുണ്ട് അല്ലേ? ഈ കുട്ടികളെ കൂട്ടി ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരുന്ന് ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങളൊന്ന് അറിയട്ടെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ഇപ്പോൾ ഒരർത്ഥത്തിൽ യജ്ഞം കേൾക്കുന്നവരെല്ലാം എക്സ്പയറി ഡേറ്റ് ആയവരാ. കേൾക്കുക, ആനന്ദിക്കുക, ഭഗവാനെ എന്ന് വിളിക്കുക, കുറച്ച് നാളുകൾക്കുള്ളിൽ വേഗത്തിൽ പോവുക. എന്ന് വെച്ചാൽ അവർ കേൾക്കേണ്ടെന്നല്ല പറഞ്ഞത്. ജീവിതത്തിൽ ജീവിച്ച് മാതൃകയാവാനും ജീവിതത്തിൽ വിജയം വരിക്കേണ്ടവരുമായ പ്രായം കുട്ടിക്കാലമാണ് അല്ലേ? ശരിയല്ലേ? നിങ്ങളിവിടെ വന്നിരിക്കുമ്പോഴേ, ഈ പ്രായമുള്ള നിങ്ങളിവിടെ വന്നിരിക്കുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശരിയായ ജീവിതത്തെക്കുറിച്ച് പഠിക്കേണ്ടതാരാ? നിങ്ങളാണോ മക്കളാണോ? മക്കളാണ്. അതിലെത്ര മക്കളെയും കൊണ്ടുവരാൻ നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാവുന്നുണ്ട്. അപ്പം പറയും 10ാം ക്ലാസ്സിൽ പഠിക്കുക, 8ൽ പഠിക്കുക, ഒത്തിരി പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഈ അങ്ങോട്ടുള്ള മാസം, ഇപ്പോൾ തൊട്ട് ഈ മകരം തൊട്ട് അങ്ങോട്ടുള്ള മാസം നാട്ടിലെ മുഴുവൻ ഉത്സവക്കാലമാണ് അല്ലേ? മാർച്ച് എക്സാമൊക്കെ വരുന്നതിന് മുമ്പ് ഈ പരീക്ഷയ്ക്ക് 4, 5 ആഴ്ചയോ ദിവസങ്ങളോ ഉള്ളപ്പോൾ രാത്രി 11 മണിക്ക് അച്ഛൻ്റെയും അമ്മയും കൈ പിടിച്ചുകൊണ്ട് ഉത്സവപ്പറമ്പിൽ ഗാനമേള ആക്കാൻ രാത്രി 12:30 മണിക്ക് വരെ മക്കൾ വരത്തില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് വളർത്തുന്നതിൻ്റെ ചില ദോഷമെന്ന് പറയുന്നത്. എന്തറിഞ്ഞാലാണോ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നാവുന്നത് അത് അറിയിക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. അതിന് പകരമോ എന്തറിയുമ്പോഴാണോ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മോശമാകുന്നത്, ഇന്നും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നതാണോ? ഇന്ന് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കോമഡി ഷോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജ് ഷോ ആയിട്ട് വന്ന് പറയുന്ന വൃത്തികേടുകളാണോ? ആണോ? ചിന്തിച്ച് നോക്കുക. ഭഗവാന്റെ ഒരു കീർത്തനം പാടുന്ന സ്ഥലത്ത് വന്നിരിക്കാൻ നമ്മൾ തയ്യാറല്ല. നേരെ മറിച്ച് ഡാഡി മമ്മി വീട്ടിലില്ല, ഇപ്പം വന്നാൽ വേഗം പോകാമെന്ന് പാട്ട് പാടി അവിടെ കിടന്ന് കൂത്താടുന്നിടത്ത് മക്കളെയും വിളിച്ചുകൊണ്ട് രാത്രി പോകുന്ന അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട്.
ഒരു സ്ഥലത്ത് ഒരു യജ്ഞത്തിന് ചെന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്പല കമ്മിറ്റിക്കാരൊരു കുറിപ്പ് കൊണ്ടുവന്ന കുറിപ്പ് മേടിച്ച് നോക്കി. അത് 7:15 7:30 ആകുമ്പോഴത്തേക്ക് അവസാനിപ്പിക്കണേ. കാര്യം ഇവിടെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലും, അവർക്കൊക്കെ വീട്ടുകളിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് രാത്രിയിൽ ഒരു 7:30 7:15 ആകുമ്പോൾ യജ്ഞം അവസാനിപ്പിക്കണം എന്നാണ് കുറിപ്പ്. നോക്കിയതിന് ശേഷം അവിടെ വെച്ചു. എന്നാലും സാധാരണഗതി മുന്നോട്ട് 7:15 നിന്നില്ല, ഒരു 7:45 ആയപ്പോൾ നിർത്തി. കാരണം അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ അവിടെ നിന്ന് വെറുതെ ഇതൊക്കെ പറഞ്ഞിങ്ങനെ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ വേറെ സ്ഥലത്ത് യജ്ഞം കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ മൈതാനം നിറയെ രാത്രി 11:45 മണിക്ക് ഗാനമേള കേൾക്കാൻ ആ മൈതാനം നിറയെ ആൾക്കാർ കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടതാണ് അവർ സ്വീകരിക്കുന്നത്. മനസ്സിൻ്റെ ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ചാണ് അവർ സ്വീകരിക്കുന്നത്. ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു ഗ്രന്ഥശാലയിൽ പോയി നോക്കുക. ആ ഗ്രന്ഥശാലയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ടാവും. കവിതയുണ്ടാവും, കഥകളുണ്ടാവും, അല്ലേ? നല്ല പുരാണ പുസ്തകം ഉണ്ടാവും, നല്ല അറിവ് കിട്ടാനുള്ള പുസ്തകം ഉണ്ടാവും. അതേ കണക്ക് മോശപ്പെട്ട കഥകളുള്ള പുസ്തകം ഉണ്ടാവില്ലേ? ആ റൂമിലേക്ക് ചെന്ന് കയറുന്നവൻ അവൻ ഓരോ പുസ്തകം നോക്കിയെടുക്കുന്ന, അവിടെ ഇരിക്കുന്ന ലൈബ്രറിയും പറയുന്ന പുസ്തകമാണോ എടുക്കുന്നത്, അവനവന് ഇഷ്ടമുള്ളതാണോ എടുക്കുന്നത്? അവനവന് ഇഷ്ടമുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം നല്ല ചിന്തയുള്ളവൻ നല്ല പുസ്തകം എടുക്കും, മോശ ചിന്തയുള്ളവൻ മോശപ്പെട്ടതെടുക്കും. നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മളെക്കുറിച്ച് വിലയിരുത്താൻ ഏറ്റവും നല്ല ഉദാഹരണം ഇതൊക്കെയാണ്. നമുക്കിപ്പോൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ധാരണ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ നമ്മൾ അരി മേടിച്ചു കൊടുത്താൽ മതി, പിന്നെ വഴിപാട് നടത്തിയാൽ മതി, പൂജ നടത്തി കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹം വീട്ടിൽ തരും. മറ്റേത് അങ്ങനെയല്ലല്ലോ. നേരിട്ട് എന്നില്ലെങ്കിൽ മ്യൂണിസിപ്പലിറ്റിക്കാരെ അനുഗ്രഹം തന്നില്ലെങ്കിലോ? ഭഗവാന്റെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വരുന്നത്, പഠിത്തം വരുന്നത്. ശരിയല്ലേ? അത് കഴിഞ്ഞുള്ള 10 ദിവസത്തെ ഉത്സവമാണെങ്കിൽ ഉത്സവത്തിൻ്റെ 10 ദിവസവും ഉത്സവത്തിനല്ലാതെ ഇപ്പോഴാണ് പിന്നെ കുഞ്ഞുങ്ങളൊന്ന് പോകുന്നത്. കുറേ നാൾ കഴിയും. ഇതാണ് ഇന്ന് ഹിന്ദുവിന് പറ്റിയ ഏറ്റവും വലിയ അപജയം. മുമ്പേ പറഞ്ഞത് കണക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ ഉപേക്ഷിച്ചും ജീവിതത്തിൽ മറ്റു പലതിൻ്റെയും പുറകിൽ ഓടിപ്പോകാനുള്ള താല്പര്യമുണ്ടായതിൻ്റെയൊക്കെ കാരണം ഈ അപജയത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും വീണതുകൊണ്ടാണ്. നീന്തൽ അറിയാവുന്ന കുഞ്ഞിനെ ഏത് വെള്ളത്തിൽ വേണമെങ്കിലും അല്ലേ അവനെ ചെന്ന് വീഴാം. കാരണം ജീവിത മൂല്യങ്ങളുള്ളവൻ ഏത് സമൂഹത്തിലും ജീവിക്കാം, അവൻ വഴിതെറ്റില്ല. ജീവിത മൂല്യങ്ങൾ ആർജിച്ചെടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ജീവിച്ചാൽ സമൂഹത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരുടെ കൈപ്പിടിയിലേക്ക് ആരും എത്തും? പതുക്കെ കൊണ്ട് കുട്ടികളെത്തത്തില്ലേ? പറഞ്ഞൊരാശയം മനസ്സിലായോ? ഈ മൂല്യങ്ങളെ പകർന്നു കൊടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ശരി, ഇവിടെ ഈ പറയുന്ന സുദർശനനും ഇത്തരത്തിൽ ശശികല ഇഷ്ടപ്പെട്ടു തുടങ്ങി. ശശികലയുടെ സ്വയംവര ചടങ്ങുകൾ നിശ്ചയിക്കാൻ സമയമായി. ശശികല അമ്മയോടും അച്ഛനോടും പറഞ്ഞു, തനിക്കിങ്ങനെ ഈ ഇത്തരത്തിൽ സുദർശനൻ എന്ന് പറയുന്ന ഭരദ്വാജൻ്റെ ആശ്രമത്തിലുള്ള ആ വ്യക്തിയെ ഇഷ്ടമാണ്, എനിക്ക് വരനായി അദ്ദേഹത്തെ മാത്രം മതി എന്ന് പറഞ്ഞു. അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോളെ അതൊരിക്കലും സാധിക്കില്ല. കാരണം ഞാനിവിടുത്തെ രാജാവാണ്, സുബാഹു എന്ന് പറയുന്ന കാശിയിലെ രാജാവാണ്. എൻ്റെ മകളെ അതുപോലെ യോഗ്യനായ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേവലം ഒരു ഭീരുവിനെ പോലെ ആശ്രമത്തിൽ ഒളിച്ചു താമസിക്കുന്ന ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധ്യമല്ല. സ്വന്തമായി രാജ്യമോ സമ്പത്തോ ഒന്നുമില്ലാത്ത ആളിനോടൊപ്പം എങ്ങനെ ജീവിക്കും? ഇനി അഥവാ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ സുദർശനനെ കൊല്ലാനായിട്ട് സമയം പാത്താണ് യുധാജിത്തും ശത്രുജിത്ത് എന്ന് പറയുന്ന രാജാക്കന്മാർ നടക്കുന്നത്. അവരെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവന് പോലും സുരക്ഷിതത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞു ആ പെൺകുട്ടിയെ പിന്മാറ്റാൻ ശ്രമിച്ചു. ഈ പെൺകുട്ടി ആവട്ടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെയും വിവാഹം കഴിക്കുന്നില്ല, ജീവിതത്തിൽ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ സുദർശന മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ കന്യകയായി എല്ലാ കാലവും ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അവിടെ സ്വയംവരം എന്ന രീതിയിൽ വിവാഹത്തിന് സമ്മതം മൂളി. എന്തുകൊണ്ടാണ് സമ്മതം മൂളി എന്ന് ചോദിച്ചാൽ, ഈ ശശികലയും ഭഗവതിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തനിക്ക് എങ്ങനെങ്കിലും സുദർശനം ലഭിക്കണം, തന്നെ ഈ ദുഃഖത്തിൽ നിന്ന് കടകയറ്റണം എന്നുള്ള നിലയിൽ അവിടെ ഈ സാക്ഷാൽ ഭഗവതിയെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദിവ്യമായ ദർശനം സ്വപ്നത്തിൽ ഈ കുട്ടിക്കുണ്ടായി. അവരുടെ എല്ലാ മനോരഥങ്ങളെയും സാധിക്കും. കാരണം തൻ്റെ കാമബീജ മന്ത്രം ജപിക്കുന്ന സുദർശനനാണ് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സുദർശനൻ്റെ എല്ലാ ആഗ്രഹവും
സാധിച്ചു കൊടുക്കേണ്ടതാണ് ദേവിയുടെ കർത്തവ്യം എന്ന് ദേവിയെ അറിയിച്ചു. അതോടുകൂടി ഈ പെൺകുട്ടി വിവാഹത്തിന് തടസ്സം എന്ന പെൺകുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞു, കല്യാണം നടത്തിക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ആലോചിച്ചു, ഇവക്ക് എന്ത് പറ്റി? ഇന്നലെ വരെ പറഞ്ഞത് എനിക്ക് വേണ്ട, ഞാൻ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ നിന്നോളാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് പറയുന്നു, കല്യാണം നടത്തിക്കോളാം പറഞ്ഞു. മനസ്സിലായില്ലേ? മാതാപിതാക്കൾക്ക് എന്തായാലും സന്തോഷമായി, മനം മാറിയല്ലോ. മാതാപിതാക്കൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യമൊന്നും മനസ്സിലായില്ല. അങ്ങനെ സ്വയംവരമായി നിശ്ചയിച്ചു. ഈ സ്വയംവരം നടക്കുന്ന വേളയിൽ നിരവധി മഹാത്മാക്കളായ രാജാക്കന്മാർ വന്നു. അവിടെ ഈ ശത്രുജിത്ത് വന്നു, ഈ യുധാജിത്ത് വരെ വയസ്സാം കാലത്ത് വരെ അല്ലേ, വയസ്സായെങ്കിൽ പോലും വീണ്ടും ഒരു കൊച്ചു പെണ്ണിനെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള നിലയിൽ അവിടെ ഈ യുധാജിത്ത് വന്നു. രാജാക്കന്മാർ അനവധി പേര് വന്നു. ഇവരെല്ലാവരും വരുന്ന സ്ഥലത്തേക്ക് ഈ സുദർശനൻ രാജാവല്ലാത്തതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ശശികല ഒരു ദൂതനെ വിട്ട് സുദർശനോട് സ്വയംവരത്തിന് വരണമെന്ന് അറിയിച്ചു. ഈ സുദർശനൻ സ്വയംവരത്തിന് വരാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ആദ്യമായി ഈ ആശ്രമം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം എന്താ? ഈ ആശ്രമം വിട്ട് പുറത്തോട്ട് വന്നാൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി എപ്പോഴും ഈ സ്വന്തം സഹോദരനായ ശത്രുജിത്തും അതുപോലെ അവൻ്റെ പിതാവായ യുധാജിത്തും മുത്തശ്ശനും തയ്യാറാക്കിയ ആൾക്കാർ അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. ആദ്യമായി പുറത്തേക്ക് പോകാൻ നേരത്ത് അമ്മയായ മനോരമ തടസ്സം നിന്നു. അമ്മ പറഞ്ഞു, മകനെ, നീ ഈ ദുഃഖത്തിലേക്ക് പോകരുത്, നീ പുറത്തേക്ക് പോയാൽ നിനക്കറിയാലോ നിന്നെ വധിക്കാനുള്ള തക്കം പാർത്തിരിക്കുന്നുണ്ട്. ഈ സമയത്ത് സുദർശൻ അമ്മയോട് പറയും, അമ്മേ, ഈ ലോകത്ത് ആരാണോ സർവഭയവും ഇല്ലാതാക്കുന്നത് ആ സർവഭയനാശിനിയായ സാക്ഷാൽ ജഗദംബ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തൊന്നിനെയും ഭയക്കേണ്ടതില്ല. സാക്ഷാൽ ഭഗവതിയാണ് എൻ്റെ കൂടെയുള്ളത് എന്ന് അമ്മയോട് വെളിപ്പെടുത്തി അമ്മയ്ക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞ, അമ്മയും കൂടെ വരിക, അമ്മയ്ക്ക് കാണാമല്ലോ ഞാൻ ആ ശശികലയെ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് തന്നെ അത്തരത്തിൽ അമ്മയോട് പറഞ്ഞ ശേഷം അവിടെ ഭരദ്വാജൻ നൽകിയ രഥത്തിൽ നേരെ സ്വയംവരത്തിന് വേണ്ടി പോയി. സ്വയംവരത്തിൻ്റെ പന്തലിൽ സുദർശനൻ ചെന്ന് നിന്നു. ഇവിടെ രാജാക്കന്മാർക്കൊക്കെ നല്ല ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയായ ശശികല കയ്യിൽ വരണ്യമാലയവുമായിട്ട് മുന്നോട്ട് വന്നു. ഓരോരുത്തരും കഴുത്ത് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ടിട് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും കടന്നു പോയി. യുധാജിത്തിനെ കടന്നുപോയി, ശത്രുജിത്തിനെ കടന്നുപോയി. രാജാക്കന്മാരുടെ നിര കടന്നുപോയ പെൺകുട്ടി രാജാക്കന്മാരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സാധാരണക്കാരനായി അവിടെ നിന്ന ചെറുപ്പക്കാരൻ്റെ കഴുത്തിക്കൊണ്ട് മാലയിട്ടു. ഇവിടെ രാജാക്കന്മാരെല്ലാം കൂടെ ചാടി എഴുന്നേറ്റു. ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തി രാജാക്കന്മാരായി യോഗ്യതയുള്ള രാജാക്കന്മാരായി ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ കേവലം ഒരു സാധാരണക്കാരൻ്റെ കഴുത്തിൽ മാലയിട്ടത് ഞങ്ങളെ അപമാനിക്കാനല്ലേ? അവനെയും വധിക്കണം, ഇവളെയും കൊല്ലണം, ഇവളുടെ അച്ഛനെയും വധിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അറിവുള്ളവർ ചോദിച്ചു, കന്യകമാർ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുന്നത് നിങ്ങൾക്കെന്താ? അതല്ലേ സ്വയംവരം എന്നുള്ള ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് സുബാഹുവും എത്തപ്പെട്ടു. ഈ ശശികലയും കൂട്ടി സുദർശനൻ തിരികെ വരുന്ന സമയത്ത് ഈ രാജാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ആക്രമിച്ചു. ഇവിടെ ആകട്ടെ ആ സമയത്ത് സാക്ഷാൽ ഭഗവതി കൊടുത്ത കവചവും ആയുധങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ഈ ആയുധമേന്തിക്കൊണ്ട് രണവീര ശൂരനായി നിന്നുകൊണ്ട് എങ്ങനെയാണോ ശത്രുനിരകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന വീരനായി നിന്നുകൊണ്ട് സുദർശനൻ ഇവരെയൊക്കെ എതിരിട്ടു. ഇവരുടെ സൈന്യശക്തി വളരെ വലുതാണ്. ഓപ്പോസിറ്റ് സൈഡിൽ സാക്ഷാൽ ഭഗവതിയും ആ സമയത്ത് ആകാശത്തിൽ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ആ 10 കൈകളിൽ ആയുധമേന്തി നിൽക്കുന്ന ഭഗവതിയും സുദർശനോടൊപ്പം രണചണ്ഡികയായി നിന്നുകൊണ്ട് നേരിട്ട് ഭഗവതി യുദ്ധം ചെയ്ത് സർവരെയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. ഒടുവിൽ സുദർശനൻ്റെയും ദേവിയുടെയും ഒക്കെ കരങ്ങളാൽ യുധാജിത്തും ശത്രുജിത്ത് വരെ മരിച്ചു വീണു. അങ്ങനെ ശശികലയും കൂട്ടി ആശ്രമത്തിലെത്തി മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി നേരെ അയോധ്യയിലേക്ക്, തൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് ആര് പോവുകയാണ്? സുദർശനം പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ തൻ്റെ കൈകൊണ്ട് മരണപ്പെട്ട തൻ്റെ പിതാവിൻ്റെ തന്നെ മറ്റൊരു പത്നിയായ അമ്മയായിട്ടുള്ള ലീലാവതിയെ കണ്ടു. ഇവിടെയാണ് സുദർശൻ്റെ സദ്ഗുണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ അമ്മയെയും തന്നെയും ആ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഓട്ടിക്കുമ്പോൾ കുഞ്ഞുനാളിൽ ഓട്ടിക്കുമ്പോൾ സ്വന്തം മകന് ലഭിച്ച അധികാരം കണ്ട് ദുഃഖിക്കാതെ കൂടെ താമസിച്ച ലീലാവതി അവിടെയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സുദർശനം പറയുന്നത്, അമ്മ ദുഃഖിക്കണ്ട, കർമ്മഫലം കൊണ്ട് അമ്മയുടെ മകനും പിതാവും നഷ്ടപ്പെട്ടു എന്ന് കരുതുക. എനിക്ക് എൻ്റെ അമ്മയേക്കാൾ സ്ഥാനം ഇനി ആർക്കായിരിക്കും? അമ്മയ്ക്കായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എത്രയും ദ്രോഹം ചെയ്തവരെ പോലും ഉൾക്കൊള്ളാനുള്ള ഭാവം ആര് കാട്ടി? സുദർശനൻ കാട്ടി. ആ നിലയിലേക്കുള്ള അവസരം വന്നപ്പോൾ ഈ ശശികലയുടെ പിതാവായ സുബാഹു
ഇവിടെ ഈ സുദർശനോട് ചോദിച്ചു, എന്ത് മായയാണ് ഈ നടന്നത്, ആരുടെ സഹായത്താലാണ് ഇതെല്ലാം ചെയ്തത്? സാക്ഷാൽ ഭഗവതിയുടെ ആണെന്ന് പറഞ്ഞു. ആ ഭഗവതി ദർശിക്കാൻ വേണ്ടി സുബാഹുവും ഭഗവതിയെ പ്രാർത്ഥിച്ചു. ഭഗവതി സുബാഹുവിന് ദർശനം കൊടുത്തു. എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കാശി വിശാലാക്ഷിയായി എന്നും ഈ കാശിയെ കാക്കാൻ, തൻ്റെ രാജ്യത്തെ കാക്കാൻ അമ്മ കുടിയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ അമ്മ സാക്ഷാൽ ഭഗവതിയായി, ശത്രു സംഹാരിണിയായി, ധർമ്മപരിപാലനയായി കുടിയിരുന്ന അമ്മയാണ്. കാശിയിൽ വിശാലാക്ഷി ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന കാശി വിശാലാക്ഷി എന്ന് പറയുന്ന ദേവസ്ഥാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.